ഇപ്പോൾ ബൈബിൾ എന്താ പറയണത്? കഴിയുന്നത്ര എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുവിൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ റോമ 12:18 എടുത്തേ. റോമ 12:18. റോമ 12:18. സാധിക്കുന്നിടത്തോളം സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. അപ്പോൾ നിങ്ങളൊക്കെ ബൈബിൾ തന്നെ ഉടമ്പടി എടുത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സാധിക്കുന്നിടത്തോളം എല്ലാവരോടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശത്രുക്കളോടും സമാധാനത്തോടെ വർത്തിക്കുവിൻ. അപ്പോൾ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനം എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത, വഴക്കില്ലാത്ത അവസ്ഥ അല്ല. ബൈബിളിലെ സമാധാനം പരിശുദ്ധാത്മാവ് നിറയാൻ പറ്റിയ ഫോർമാറ്റ് എന്ന എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അതിപ്പോൾ നമ്മൾ ഈ സമാധാനം പല ഡിക്ഷണറിയിൽ പല അർത്ഥമാണ്. ബൈബിൾ ഡിക്ഷണറി ബൈബിളിൻ്റെ സ്പിരിച്വൽ ലൈഫിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു നിഘണ്ടു ഉണ്ടാക്കുകയാണെങ്കിൽ, ആധ്യാത്മിക ജീവിത നിഘണ്ടു എന്നും പറഞ്ഞ പുസ്തകം നമ്മൾ ചെയ്യണമെങ്കിൽ അവിടെ സമാധാനം എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റർത്ഥമേ ഉള്ളൂ. എന്താണ്? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു പരിവം ഉണ്ടാക്കുക. അതാണ് സംഭവം. സമാധാനം എന്താണ്? നമുക്ക് സമാധാനം കിട്ടി ദൈവത്തിന് എന്തിനാണെന്നേ? ഇത് ദൈവാംശമാണ്. നമ്മളെപ്പോഴും അനുഭവത്തിൻ്റെ ദൈവാംശങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് സമാധാനം കിട്ടി, നമ്മൾ കുറച്ച് മുമ്പ് മരിച്ചുപോയി, തീർന്നു. ദൈവത്തിന് അതുകൊണ്ട് എന്ത് പ്രയോജനം? സമാധാനം ദൈവം തരുമ്പോൾ ദൈവത്തിൻ്റെ പോർഷൻ ഗ്യാരണ്ടി ചെയ്യണം നമ്മൾ. എന്താ കാര്യം? അത് നമ്മൾ തമ്മിൽ വഴക്കിടാതിരിക്കണമല്ല പ്രശ്നം, അതാർക്കും കഴിയും. ഇപ്പോൾ മഹാത്മാഗാന്ധി എന്തുമാത്രം ആൾക്കോട്ട് ക്ഷമിച്ചു. കാര്യം എന്താ മഹാത്മാഗാന്ധി ക്ഷമിക്കാൻ കാരണം? പുള്ളിക്കാരൻ ജീവിതകാലം വട്ടമേശ സമ്മേളനത്തിന് ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ആ മനുഷ്യൻ കപ്പലിൽ ഒരാടിനെ കൊണ്ടാണ് പോയത്. അപ്പോൾ ചർച്ചിൽ അവിടെ ഉണ്ടായിരുന്ന സാഹിബ് ചോദിച്ചേ, ഇതെന്തിനാ ബഗ്ഗറെ ഈ ആടിനെ കൊണ്ട് വന്നിരിക്കുന്നത്? അപ്പോൾ പുള്ളി ആടിനെ കറന്ന് അദ്ദേഹത്തിൻ്റെ പാല് ആ ആടിനെ കറന്നാണ് കുടിക്കണത്. ഓരോ മനുഷ്യൻ്റെ ജീവിത രീതിയാണേ. ഇപ്പോൾ ജീവിതകാലം മുഴുവനും ആട്ടും പാലും അതുപോലെ തന്നെ ക്യാബേജും പച്ചക്കറിയൊക്കെ തിന്നവർക്ക് സ്വാഭാവികമായ ക്ഷമയുണ്ടാകും, സമാധാനം ഉണ്ടാകും. അവർക്ക് സമാധാനത്തെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കും. അതൊന്നും ബിബ്ലിക്കൽ പീസല്ല. ബൈബിളിന് അതിൻ്റെ അകത്ത് കെട്ടിയിറക്കേണ്ട കാര്യമില്ല, അത് വേറെ. മഹാത്മാഗാന്ധിയുടെ ഒരു ക്ഷമ എന്ന് പറയുന്നത് മാനുഷികമായ ഒരു ശീലത്തിൻ്റെ ഇന്ത്യൻ സംസ്കാരം. ആരെയും യുദ്ധം ചെയ്യാത്ത, നമ്മളെല്ലാം കഴുത്തേ 5000 കൊല്ലമായിട്ട് നമ്മൾ ജീവിക്കണമല്ലേ ഇവിടെ. നമ്മൾ ആരുടെയും കഴുത്തേ പോയിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ കഴുത്തേ കയറത്തില്ല. ഒരു മനുഷ്യൻ്റെ കഴുത്ത് ഇന്ത്യക്കാരൻ കയറിയ ചരിത്രമില്ല. ഇങ്ങോട്ട് മേക്കട്ട് കയറാൻ വന്ന് നമ്മുടെ ഒരു പകുതിയും കൊണ്ട് പോയെന്നല്ലാതെ നമ്മളാരുടെയും കഴുത്തേ കയറില്ല, ഇന്നുവരെ കയറിയിട്ടില്ല. അത് നമ്മുടെ ശീലമാണ്. സമാധാനം മാനുഷികമായ രീതിയിൽ സാംസ്കാരിക സമാധാനമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇതാണ് ബിബ്ലിക്കൽ പീസ്. അതൊരു സാംസ്കാരിക സമാധാനമാണ്. അതായത് നമ്മൾ പോത്തിറച്ചി കഴിക്കണില്ല. ഈ ക്രിസ്ത്യാനിറ്റി ഇവിടെ വിലപ്പോകാഞ്ഞതിൻ്റെ കാരണമെന്നിലൊന്ന്, ക്രിസ്ത്യാനിറ്റിയും കൊണ്ട് വന്നവൻ്റെ കയ്യിൽ ഒരു ഇറച്ചിയും ഒരു കുപ്പി കള്ളും പിന്നെ ഒരു തോക്കൊക്കെ കയ്യിരുന്നതുകൊണ്ടാണ്. സാഹിബ് ഈ സാധനം എല്ലാം കഴിക്കണമാണല്ലോ. ഈ കക്ഷിയല്ലേ ഇത് ഇവിടെ പഠിപ്പിച്ച സാറ് മാറിപ്പോയി, അതാണ് കുഴപ്പമായിപ്പോയത്. അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ ഇന്ത്യ മുഴുവൻ അക്സെപ്റ്റ് ചെയ്യണം. കാര്യം ഇന്ത്യ ദൈവത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു രാജ്യമാണ്. പഠിപ്പിച്ച സാറ് മാറിപ്പോയി, സാറിൻ്റെ സ്വഭാവം മാറിപ്പോയി. അതാണ് ബൈബിളിന് പറ്റിയത്. പഠിപ്പിക്കുന്ന സ്ഥലത്ത് പഠിപ്പിക്കാതെ പഠിപ്പിക്കേണ്ടാത്ത സ്ഥലത്ത് കൂടി പഠിപ്പിച്ചു. പദാർത്ഥത്തെ ദൈവമായി കാണുന്ന ഒരു ജനതയാണ് ഇവർ. മിക്കവാറും ആംഗ്ലോ സാക്സൺസ് എല്ലാം കണ്ണിബാൻസ് അല്ലേ, മനുഷ്യൻ തിന്നണ ഒരു ജാതിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പദാർത്ഥത്തിനാണ് പ്രാധാന്യം. ഇപ്പോഴും പദാർത്ഥത്തിനല്ലേ പ്രാധാന്യം? നമുക്ക് പദാർത്ഥത്തിനല്ല പ്രാധാന്യം. പദാർത്ഥം വിട്ടിട്ട്, ഉള്ള പദാർത്ഥങ്ങളെല്ലാം വിട്ടിട്ട് അര മറക്കാനുള്ള തുണി മാത്രം ഉടുത്തുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിപ്പോയവരുടെ രാജ്യമാണിത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യകാലം മുതൽ സാംസ്കാരികമായ സമാധാനം കൈമുതലായിട്ടുള്ള ഒരു പൈതൃക സമാധാന ശീലമുള്ളവരാണ്.
ഈ പൈതൃക സമാധാനം ബിബ്ലിക്കലല്ല ശരിക്കും പറഞ്ഞാൽ. അതാണ് വിഷയം. കേവല സമാധാനത്തിൻ്റെ അകത്ത് വരുന്ന ഈ സാംസ്കാരിക കൾച്ചറൽ പീസ് എന്ന് പറയുന്ന സംഭവം ആണ് പൊതുവെ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യക്കാരോട് സമാധാനം എന്ന് പറഞ്ഞാൽ അവരുടനെ പറയും യുദ്ധമില്ലാത്ത അവസ്ഥ, ആൾക്കാരോട് ധാരണയോടെ പെരുമാറുന്ന അവസ്ഥ. അതല്ല ബിബ്ലിക്കൽ പീസ്, അതല്ല. ബൈബിളിൽ സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനം എന്താണ്? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സമാധാനം. പരിശുദ്ധാത്മാവിൻ്റെ ഫലമെന്ന് പറയുന്നത് എന്താണ്? എന്തെല്ലാം ക്രൈസിസ് സംഭവിച്ചാലും ആത്മാവ് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് കൃപയായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം ഞാനൊരു അപ്പാപ്പനെ പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ, 4 പേരും വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരിച്ചു. അവർക്ക് മണ്ണിടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവശേഷിക്കണമെന്നൊരു അപ്പാപ്പൻ പറഞ്ഞില്ലേ. അപ്പോൾ അപ്പാപ്പൻ ഈ വിഷയത്തെ എല്ലാം ഒത്തിരി തീയിലൂടെ വന്ന് വെയിലത്ത് വാടാതെ നിൽക്കുന്നതാണ്. പക്ഷേ ഈ സഹനമല്ല ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ സഹനം എന്ന് പറയണത്. ഈ സഹനത്തിനെ കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ക്രിസ്തുവിൻ്റെ നാമം എന്ന് പറയുന്നൊരു കൺവേർഷൻ ഫോർമുലയാണ്. എന്നിട്ട് ക്രിസ്തു സഹിച്ച സഹനത്തിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് ദൈവത്തെ തന്നിരിക്കുന്ന അന്നു വേണ്ട ആഹാരം പോലെ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നമുക്ക് കിട്ടിയ നന്മയുണ്ട്, തിന്മയുണ്ട്. എല്ലാത്തിനുമാണ് നമ്മൾ നന്ദി പറയണത്. എല്ലാത്തിനും നന്ദി പറയുന്ന നമ്മൾ ഇടയ്ക്ക് പാടാറുണ്ട്. ജയേഷ് യേശുവേ നിത്യതയോടെ അടുപ്പിക്കുന്ന അങ്ങ് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും ഒരുമിച്ച് ശ്രദ്ധ പാടുക. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മളെ സമാധാനം എന്ന് പറയുമ്പോൾ ഇപ്പോഴ് 12-18 റോമ അല്ലേ, സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുക. ഇപ്പോൾ വീട്ടിൽ ശത്രുതയുണ്ട്, അയൽവാസികളുമായി ശത്രുതയുണ്ട്, കുടുംബത്തിലും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് ഇപ്പോഴും നിങ്ങൾ ഉടമ്പടി 3 പുതുക്കിയിട്ടും ആ പഴയ ശത്രുവായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുക. പിന്നെ പുതുക്കണേ എന്തിനാ? നിങ്ങൾ ഉടമ്പടി 3 പുതുക്കി വെള്ളയായെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെള്ളയായില്ലല്ലോ, പേപ്പർ മാത്രമല്ലേ വെള്ളയായുള്ളത്. ആ പഴയ ശത്രുവായിട്ട് ഇപ്പോഴും ഇരിക്കുകയല്ലേ. മിണ്ടാത്തതോട് നിങ്ങൾ മിണ്ടുന്നില്ല, സംസാരിക്കാത്തതോട് നിങ്ങൾ സംസാരിക്കണില്ല, ഇടപെടാത്തതോട് നിങ്ങൾ ഇടപെടുന്നില്ല. ചില ആൾക്കാരെ കാണുമ്പോൾ തിള കുത്തിയ പോലെ മോന്ത വെക്കുന്നു, എന്നിട്ടും ഉടമ്പടി വെള്ള. എൻ്റെ അമ്മ എന്തൊരു വെള്ളം ഇരിക്കത്. പുതുക്കുമ്പോൾ സൂക്ഷിക്കണം. ഓരോ പുതുക്കവും പരിശുദ്ധാത്മാവിലേക്കുള്ള
ഒരു പുതുക്കമാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ സാധിക്കുന്നിടത്തോളം പറഞ്ഞേ, സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുവാൻ കർത്താവേ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ മക്കളെ, നിങ്ങൾ സീരിയസ് ആയിട്ട് ദൈവത്തെ എടുത്താൽ ഉടമ്പടിയിൽ പെട്ടെന്ന് ടൈം ഷോർട്ടറിങ് സംഭവിക്കും. ഉടമ്പടി ടൈം ഷോർട്ടറിങ് സംഭവിക്കാത്തത് നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ വേണ്ടി മാത്രം യോഗ്യമായൊരു പാത്രമായിട്ട് നിങ്ങളെ ദൈവം കാണാത്തത് കൊണ്ടാണ്. കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ പക്ക, ഇനി ഇതിനൊക്കെ വലുത് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും ക്രിസ്തു ജനിക്കുകയും മരിക്കുകയും ചെയ്താലും തൻ്റെ സാന്നിധ്യത്തെ ലോകാവസാനം വരെ ഉറപ്പ് വരുത്താൻ കുർബാന സ്ഥാപിക്കുന്നതിനൊക്കെ വലിയൊരു ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഉടമ്പടി എന്നുള്ള സംവിധാനം. നമുക്കറിയാം, നമ്മളുടെ ഒരു ജീവിതത്തിൽ നമ്മുടെ ഒരു വിഷയത്തിൽ നമുക്ക് ഇപ്പം നിങ്ങളൊരു കൊട്ടയിൽ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ മഴയൊക്കെ മാറിയപ്പോൾ ഇപ്പം മഴയും കാറ്റും കഴിഞ്ഞപ്പോൾ മുഴുവൻ കമ്പും കോലും ഒക്കെ ആയിട്ട് മുറ്റം മുഴുവനും ചീഞ്ഞ ഇലയും അതിലൊക്കെ കൂടി നിറഞ്ഞ് നിങ്ങളിതെല്ലാം ഒറ്റക്ക് നിന്നുകൊണ്ട് ഇതെല്ലാം വരണ്ടി എടുത്തിട്ട് കൊട്ടയിലൊക്കെ നിറച്ച് നിങ്ങൾക്ക് പറമ്പിൽ കൊണ്ടുപോയി കുഴി കൊണ്ട് കളയണം. നിങ്ങൾക്കിത് എടുത്തിട്ട് പൊങ്ങണില്ല, കാര്യം 5-10 കിലോ ഉണ്ട്. അപ്പോൾ നിങ്ങളെന്ത് പറയും? ഈ ചവറെല്ലാം മണ്ണെല്ലാം കൂട്ടിയിട്ട് ചെളി മണ്ണെല്ലാം കൂട്ടിയിട്ട് നിങ്ങൾ കൊണ്ട് കുഴി കൊണ്ട് ഇടണം. നിങ്ങൾക്ക് എടുത്തിട്ട് പൊങ്ങണില്ല, നിങ്ങളെന്ത് ചെയ്യും? ആരെങ്കിലും വിളിക്കും, മകനെ വിളിക്കും, മകളെ വിളിക്കും, ഭർത്താവിനെ വിളിക്കും, ഭാര്യനെ വിളിക്കും. എന്തിനാണ് വിളിക്കണത്? ഈ തളയുടെ ഈ കൊട്ടയുടെ തളയില്ലേ, പിടി, അപ്പുറത്തെ പിടിയിലൊന്ന് പിടിച്ചോളാൻ പറയും. അതല്ലേ കറക്റ്റ്? അപ്പം നിങ്ങളുടെ ഭാരം ഷെയർ ആകുന്നു. ഇത് തന്നെയാണ് ഉടമ്പടി. അതാ കാര്യം, നിങ്ങളുടെ ഭാരത്തിന് അപ്പുറത്ത് പിടിക്കാൻ ഒരാൾ, അതാളെ പിടിക്കുന്ന ആരാണ്? ക്രിസ്തു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 നിന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും ഇപ്പം നമ്മുടെ ഭാരങ്ങളിലെ ദൈവത്തിനെ കക്ഷിയാക്കുന്ന നടപടിക്രമത്തിൻ്റെ പേരാണ് ഉടമ്പടി. ഇത് നമ്മൾ ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംവിധാനമല്ല. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു സഹന സാഹചര്യത്തിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം വിഭാവന ചെയ്ത ഡിവൈൻ ഇൻ്റലക്റ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഉടമ്പടി. ദൈവബുദ്ധിയുടെ ഒരു ഫലമാണ് ഉടമ്പടി. അതുകൊണ്ട് ഇത് പക്കയാണ്. ഇത് ഏത് സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം, ഏത് വിഷയത്തിൽ നമുക്ക് ഉപയോഗിക്കാം, ഏത് കാലത്തിൽ ഉപയോഗിക്കാം. കാര്യം ഉടമ്പടി കാലത്തിനൊപ്പം വളരുന്ന ദൈവബന്ധമാണ്. കൈയ്യടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി പ്രാർത്ഥന ഉടനടി പരിഹാരവേഗം അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
നമുക്ക് രണ്ട് തരത്തിൽ ദൈവാനുഭവത്തെ സമീപിക്കാൻ പറ്റും. ഒന്ന് ജ്ഞാനമാർഗത്തിലൂടെയാണ് നമ്മൾ, പിന്നെ ഭക്തിമാർഗമുണ്ട്, കർമ്മമാർഗമുണ്ട്. അതെല്ലാം ഇന്ത്യൻ മാർഗങ്ങളാണ്. പണ്ട് പോലെ നമ്മുടെ നമ്മുടെ ഋഷിവര്യന്മാരുണ്ടാക്കിയ മാർഗങ്ങളാണ്, ലോകത്തിലുള്ളതാണ്. ലോകത്തിൽ പണ്ട് പോലെ ഉള്ളത്. ഇവരിതിനെ ഐഡൻറ്റിഫൈ ചെയ്തു, ഋഷികൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇന്നത്തെ ഒരു ജ്ഞാനമാർഗം അതാണ്. ഈശോ വരുമ്പോൾ ഈശോ എന്താ പറയണത്? ഈ നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ എന്ന് പറയുന്ന ക്രിസ്തു ആരാണ്? ആരാധിക്കുന്നതിലാണ് ക്രിസ്തു വരണത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 4:22. യോഹന്നാൻ 4:22. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. പറഞ്ഞേ, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ് വരുന്നത്. രക്ഷ എന്ന് പറഞ്ഞ ക്രിസ്തുവാണ്. ലൂക്ക 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 2:30. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ക്രിസ്തു എന്ന് പറയുന്ന രക്ഷാമാർഗം എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവം ഒരുക്കിയത്. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം. അപ്പം ദൈവത്തിൻ്റെ വിഭാവനയിലുള്ളതാണ് ഫോർ ഓൾ മെൻ, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ ജ്ഞാനമാർഗ ധ്യാനത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഉടമ്പടി നമ്മൾ അറിവോടുകൂടി ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത്. അച്ഛൻ പറഞ്ഞ് കൊച്ചി പോകാൻ, കൊച്ചി പോയ അച്ഛൻ വന്നത് എന്തിനാണ് പോയതെന്ന് വന്നപ്പോഴാണ് തിരക്കണത്. അയ്യോ എന്തിനാണ് എന്നെ കൊച്ചി പറഞ്ഞ് വിട്ടതെന്ന് മനസ്സിലായില്ലേ? അതുപോലെ ഉടമ്പടി എടുക്കുന്നവരുണ്ട്. അച്ഛൻ പറഞ്ഞ് പത്രം കൊടുക്കാൻ പത്രം കൊടുത്തു, ക്ലിയർ, ഓരോ പ്രശ്നമില്ല. അച്ഛൻ പറഞ്ഞ് രോഗികളെ കാണാൻ രോഗികളെ കണ്ട്. അച്ഛൻ പറഞ്ഞ് പൊതിച്ചോറ് കൊടുക്കാൻ, ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം. ഇപ്പം നിങ്ങൾ തന്ന മുഴുവൻ വസ്ത്രങ്ങളും ഞങ്ങൾ കൊണ്ട് വയനാട്ടിൽ കൊടുത്തു. ഇനി കുറേ ഇരിപ്പുണ്ട്. കാര്യം അടിയന്തര സാഹചര്യങ്ങളിൽ ആളുടെ കയ്യിലും വസ്ത്രം ഉണ്ടാകത്തില്ല, നിങ്ങൾക്കറിയാവില്ല, ആളുടെ കയ്യിലുണ്ടാകത്തില്ല. അപ്പം മനുഷ്യൻ നമ്മുടെ സമൂഹത്തിന് അത് നിങ്ങൾക്കറിയാവില്ല, എന്ത് ഒരു വിഷയം വരുമ്പോൾ വേദന അല്ലെങ്കിൽ ദുരന്തം, അത് മതവും ജാതിയും നോക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെയല്ല, പ്രകൃതിയിൽ എപ്പോഴും ഇത് ഉണ്ടാവും. കർത്താവ് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് നിങ്ങൾക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും. കർത്താവ് ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദുരന്തത്തെ നേരിട്ട് അഡ്രസ്സ് ചെയ്യണില്ല. കർത്താവ് പറഞ്ഞു സിലോഹയിലെ കുളം, സിലോഹയിലെ ഗോപുരം ഇടിഞ്ഞ് വീണ്, ഉയർന്നു നിൽക്കണൊക്കെ ഇടിഞ്ഞ് വീഴുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഉയർന്നു നിൽക്കണ എന്ത് ഉയർന്നു നിന്നാലും അത് എപ്പോഴെങ്കിലും നാളെ ഇടിഞ്ഞ് വീഴും. മനുഷ്യൻ്റെ ബുദ്ധിയും ബോധവും ശാസ്ത്രമൊക്കെ വളരണ അനുസരിച്ച് ദൈവം എന്തിനാണ് ഈ ശാസ്ത്രത്തെ വളർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പം മദ്രാസ് നഗരം മുഴുവനും ഒരു മഴ പെയ്താൽ മതി, അപ്പം തന്നെ വെള്ളം നിൽക്കും, കഴുത്തപ്പം വെള്ളം നിൽക്കും. ബ്രിട്ടീഷുകാർ ഭരിക്കണ കാലത്ത് മദ്രാസ് നഗരത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇറക്കിയിട്ടുണ്ട് അവർ. അവിടെ അന്ന് പുഴയായിട്ട് വെള്ളം ഒഴുക്കുണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ഫ്ലാറ്റ് പണിത് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായത് മദ്രാസിൽ. ഇപ്പം അവർ സ്ഥലത്തിൻ്റെ വിലയെല്ലാം കുറഞ്ഞു, എല്ലാം. അപ്പം മനുഷ്യന് ബുദ്ധിയും ബോധമൊക്കെ തരുമ്പോൾ അതനുസരിച്ചിട്ട് നിലവിലുള്ള ഗവൺമെൻറ്റുകൾ അവരെ പൗരന്മാരെ സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ സംരക്ഷിക്കാൻ ആർക്കാണ് ബാധ്യത? ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെൻറ്റിനാണ് ബാധ്യത, ഫസ്റ്റ് ബാധ്യത. അതിനുശേഷം മാത്രമേ സാമുദായിക സാമൂഹ്യ മതപരമായ സംഘടനകൾക്കുള്ള ഫസ്റ്റ് ബാധ്യത ഗവൺമെൻറ്റിനാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് വ്യക്തമായിട്ട് സുരക്ഷിതമായിട്ടും കേരളത്തിൽ ജീവിക്കാൻ പറ്റിയ വസിപ്പിടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ കൈവർത്തി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഞങ്ങൾക്ക് വാസഭൂമി നൽകിയതിന് നന്ദി പറയുന്നു. ജീവിക്കുവാൻ
നശിപ്പിക്കുവാൻ അഭിഷേകം ചെയ്ത് കിടത്തണമേ. ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. ലൂക്കാ 13:4 ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ലൂക്കാ ഹല്ലേലൂയ. 13:4 സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് പറഞ്ഞേ, സിലോഹായിലെ ഗോപുരം സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. അപ്പൊ ഈശോ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതമായ ദുരന്തം, മാൻമേഡ് കലാമിറ്റി ഉണ്ടാകുമ്പോൾ ആ കലാമിറ്റിയെ സമീപിക്കുന്നത് നിത്യതയുമായിട്ട് കണക്ട് ചെയ്താണ്. എന്താ കാര്യം? ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം പശ്ചാത്തപിക്കണം. ആ ദുരന്തം നമ്മൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ അനുതപിക്കണം. അനുതാപവും സംരക്ഷണവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ബൈബിളിൻ്റെ ഒരു ബയോളജി വർക്ക് ചെയ്യണത് നമ്മുടെ അനുതാപം. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം. ഒന്ന് തിരക്ക് നോക്കി എത്ര പേര് കുമ്പസാരിച്ചിട്ടുണ്ടെന്ന്. കാത്തലിക്സിനാണ് അത് ബാധകമായിട്ടുള്ളത്, അത് കൗദാശിയത് കൊണ്ട്. നിങ്ങൾ തിരക്ക് നോക്കി എത്ര പേര് കുമ്പസാരിച്ചിട്ടുണ്ടെന്ന്. ഉടമ്പടി എടുത്തിട്ട് പോലും കുമ്പസാരിച്ചിട്ടില്ലെങ്കിൽ എന്തൊരു കാണ്ടാമൃഗമായിരിക്കും ആ അവതാരം. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. ഉടമ്പടി എടുത്തിട്ട് പോലും, ഉടമ്പടി ഇവിടെ 2 ആഴ്ചയിൽ കുമ്പസാരിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ട് പോയിരിക്കുകയാണ്. നിങ്ങളോട് ഞാനത് എന്താ അങ്ങനെ പറഞ്ഞതെന്നറിയാവോ? അതായത് നമ്മുടെ വിശുദ്ധിയും ദൈവസംരക്ഷണവും തമ്മിൽ ഇൻ്റർകണക്റ്റഡ്. ദൈവത്തിന് നമ്മൾ ഒരു റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എന്താണ്? ദൈവത്തിന് റീച്ച് കിട്ടാൻ പറ്റിയ രീതിയിൽ നമ്മളെ തന്നെ പ്ലേസ് ചെയ്യണം. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഒരു പോലീസുകാരൻ നിന്ന് ക്ലാസ് എടുക്കണം കണ്ടിട്ടില്ലേ? മുങ്ങിത്താഴാൻ പോകുന്നവനെ നിങ്ങളെ പിടിക്കരുത്, ഭക്ഷണം കഴിക്കില്ലാതെ നമുക്ക് 30 ദിവസം താമസിക്കാം, പ്രാണവായു ഇല്ലാതെ 3 മിനിറ്റ് താമസിക്കാൻ പറ്റത്തില്ല. മുങ്ങിച്ചാകാൻ പോകുന്നവർ നിങ്ങൾ പിടിക്കാൻ പോയാൽ അവൻ കയറി നിങ്ങളെ പിടിക്കും, രണ്ടും ചാകും. അപ്പോൾ ഇങ്ങനെ ഓരോരോ തരം ക്ലാസ്സുകൾ മനുഷ്യരാശിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഇപ്പോൾ മുങ്ങി ചാകാൻ പോകുന്നവരാണെങ്കിലും അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ചില പ്രത്യേകമായ മുങ്ങൽ മാർഗങ്ങളും അവരെ പിടിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾക്ക് ദൈവത്തിന് നമ്മളെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു സേഫ് കോർണർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ? വിശുദ്ധിയിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യണത്. മനസ്സിലായില്ലേ? വിശുദ്ധിയും പ്രൊട്ടക്ഷൻ സംരക്ഷണവും തമ്മിൽ ബന്ധമുണ്ട്. അപ്പം ഞാൻ നോൺ ക്രിസ്ത്യൻസൊക്കെ ഇതുപോലെ ഉടമ്പടിയുടെ ഭാഗമായിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് നിങ്ങളൊന്നും ചെയ്യരുത്. മനസാക്ഷി നിങ്ങൾക്ക് വേദപുസ്തകം വെളിപാടായിട്ട് തന്നിട്ടില്ലാത്തുള്ള കാലം, നിങ്ങളത് അംഗീകരിക്കാത്തുള്ള കാലം അംഗീകരിക്കേണ്ടത് എന്താണ്? ദൈവം മനുഷ്യരാശി കൊടുത്തിരിക്കുന്ന സത്യമായ മനസാക്ഷി തന്നെയാണ്. അതിൻ്റെ അകത്ത് കൊല്ലരുതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? പ്രത്യേകാരം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? വ്യഭിചാരം ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതല്ലേ? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണിത്. അപ്പം ഈ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അത് പൗലോസപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ പറയണത് പാപത്തിനെക്കുറിച്ചാണെങ്കിൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ബൈബിൾ പഠിക്കാത്തവർക്കും അറിയാവുന്നതാണ് പറയണത്, എല്ലാവർക്കും അറിയാം. അതാണ് മനസാക്ഷി എന്ന് പറയണത്. ഗലാത്യർ 5:19 ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഒന്ന് പറഞ്ഞ കേട്ടില്ലേ? എന്താണ് ജഡത്തിന്റെ വ്യാപാരങ്ങൾ? ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത. ആഭിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്?
കൂടുപത്രമാണ് കൈ നോക്കൽ, ഇങ്ങനെ പരിപാടിയൊക്കെയാണ് ആ വിചാരം. ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. മധുരോത്സവത്തിൻ്റെ അകത്ത് എല്ലാ സംഭവം ഉണ്ട്. ഹോമോസെക്സ്വാലിറ്റി ഉണ്ട്, ലെസ്ബിയനിസം ഉണ്ട്, സ്വവർഗരതിയുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട് ഇതിനകത്ത്. ബൈബിൾ എല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്യും. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് പറയണത്. കൽപ്പന തന്നാലും തന്നില്ലേലും നിങ്ങളാരും ഇതറിയാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാരും അതിനകത്ത് ഒഴിവ് കഴിവില്ലെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? ഇതാണ് മനസ്സാക്ഷി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുദപിക്കാൻ കൃപയേകണമേ, അനുദാനം ഞങ്ങൾക്ക് നൽകേണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന അനുകൂലമായ ഒരു അറ്റ്മോസ്ഫിയർ, ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സമാധാനം എന്ന് പറയുന്നത്. പിടിയിടുക. വാട്ട് ഈസ് പീസ്? എന്താണ് സമാധാനം ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കാൻ അനുകൂലമായ ഒരു കാലാവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുക. അതിനെന്ത് ചെയ്യണം? എല്ലാവരോടുമാണ്, ശത്രുക്കളോടും പോലും എല്ലാവരോടും കഴിയുന്നത്ര എന്ത് ചെയ്യണം? സമാധാനത്തിൽ വർത്തിക്കണം. അപ്പോൾ സമാധാനത്തിൽ വർത്തിക്കണത്, സമാധാനം ഇത് വർത്തിക്കണത് അത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം അതല്ല. സമാധാനത്തിൽ വർദ്ധിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി അവിടെയാണ് എൻ്റെ പോയിന്റ് വരണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹെബ്രായർ 12:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർ 12:14. ഹെബ്രായർ 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. ബൈബിള് ഇത് റോമ 12 കണ്ടത്. 12:18 എന്താ പറഞ്ഞത്? കഴിയുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുക. എന്തിനാണ് സമാധാനത്തോടെ വർദ്ധിക്കണത്? അതാണ് വീണ്ടും ഹെബ്രായർ വരുമ്പോൾ 12:14 പറയും. എന്താണ്? സമാധാനത്തോടെ വർത്തിച്ച് പറഞ്ഞേ, സമാധാനത്തോടെ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും. അപ്പൊ സമാധാനത്തെ പ്രവർത്തിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? വിശുദ്ധിയാണ്. ഉടമ്പടിയിൽ പെട്ടെന്ന് ദൈവത്തെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു നിലപാട് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അതായത് മൂന്നാമത്തെ പ്രാവശ്യമോ രണ്ടാമത്തെ നീല ഉടമ്പടി ആയി അല്ലെങ്കിൽ വെള്ള ഉടമ്പടി ആയെന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റുപറയാൻ വേണ്ടി മാത്രം ഏറ്റുപറയാൻ വേണ്ടി ഒന്നും ഉണ്ടാവരുത്. മറിച്ച് എന്താണ്? ആ കോളങ്ങൾ, പണ്ട് പാപങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് കൃപ താമസിക്കണം. അല്ലാതെ ഞാൻ ഉടമ്പടി പുതുക്കുകയാണ്, പത്രം മേടിച്ച് ഉടമ്പടി പുതുക്കിത്താ, ഞങ്ങൾക്ക് PR ഇപ്പം കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് മരുമകൾ പറയണ്ടെന്ന് ആ പരിപാടി. അതിനാണ് ഉടമ്പടി പുതുക്കിയിരിക്കേണ്ടത്. പണ്ടാരം നിങ്ങൾ കാര്യങ്ങൾ മറിക്കണമെങ്കിൽ ഈ മരമറിയാതൊന്നും കൊടിയിടരുത് കേട്ടോ. ഇത് സത്യസന്ധമായ ദൈവ സംവിധാനമാണ്. ദൈവത്തിൻ്റെ ഞാൻ നിങ്ങൾ പറഞ്ഞത് പോസ്റ്റർ ഓഫ് ഗോഡ് മസ്റ്റ് ബി ഗ്യാരണ്ടീഡ്. ഉടമ്പടിയിൽ നിങ്ങൾ എപ്പോഴും വരുമ്പോൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ ഭാഗം, ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ എന്താണ്, ഒരു പ്രാർത്ഥനയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ദ പോർഷൻ ഓഫ് ഭൗമമായ ഒരു വശം, ഭൗമാകർഷണം, പ്രാർത്ഥനയിലുള്ള ഭൗമാകർഷണമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉണ്ടാകുന്ന വീട്, ജോലി, കല്യാണം, വിവാഹം, മക്കൾ, ഭൗമാകർഷണമാണ്. ചില അണ്ണന്മാരുടെ ഉടമ്പടിയിൽ അതുമാത്രം ഉണ്ടാകത്തുള്ളൂ. അതാണ് പ്രശ്നം. 6 കാര്യം എഴുതിയാൽ പിന്നെ വണ്ടി എഴുതും, ദൈവമേ അത് പറന്നു പോയല്ല. 6 കാര്യം അവർ എഴുതിയേ, പിന്നെ അവർക്ക് എഴുതാനുണ്ട് കാര്യങ്ങൾ. എൻ്റെ മക്കളെ, നിങ്ങൾ എഴുതിയ കാര്യം വെച്ചാണ് ദൈവം ഇത് ചെയ്യണത്. അല്ല, ദൈവം ചെയ്യണത് അവൻ്റെ സമൃദ്ധിയിൽ നിന്ന് നാമെല്ലാം
കൃപയ്ക്ക് മേലെ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കൈയടിക്കട്ടെ. കരുണയും സാഗരമേ ശോകം കൊടുമ്പയിലേറിടുമ്പോ, കരുണയും സാഗരമേ ശോകം കൊടുമ്പയിലേറിടുമ്പോ, മേഘത്തിൻ തണലരുളി എന്നെ സാഗരമായി നടത്താം. ദൈവസ്നേഹത്തോടെ പാടുക. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുക അളവെന്നെ പകർന്നിടുക, ഈ ഭൂമിയിൽ യാത്രയിൽ ദൈവകൃപയരുക, കൃപയരുക കൃപയരുക അളവെന്നെ പകർന്നിടുക, ഈ ഭൂമിയിൽ യാത്രയിൽ ദൈവകൃപയരുക.